ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നിക്കേഴ്സ് കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ കേക്കിന് ആവശ്യമായ കാരമൽ സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ കാരമൽ സോസ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറൊക്കെ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്തത്. എന്നതിന് ശേഷം കാരമൽ നന്നായിട്ടൊന്ന് കട്ട പിടിക്കും, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മെൽറ്റ് ആയി വരുന്നതായി കാണാം. നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കുക. വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷോ ആഡ് ചെയ്ത് കൊടുക്കുക. ഗനാഷോ ഉണ്ടാക്കുന്ന രീതി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കേക്ക് ബോർഡ് എടുത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് സെൻറ്റർ പീസ് വെച്ച് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് മിഠായിമേറ്റ് ഒഴിച്ചിട്ടാണ് ഞാനിവിടെ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം കാരമൽ സോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പീനട്ട്സും സ്നിക്കർ പീസസ് ആയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ശേഷം ക്രം കോട്ട് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അത് 1 മണിക്കൂറിന് ശേഷം നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് കാരമൽ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കേക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീനട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാർനോസിലെടുത്ത ഒരു റോസറ്റ വരച്ചു കൊടുക്കുക. ചോക്ലേറ്റ് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് കേക്ക് സ്നിക്കർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
കേസ് കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ ഷുഗർ ബോൾസ് ആണ് മുകളിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.